ടോസ് അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. ടോസ് അക്കാഡമി ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് സെറ്റ് കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻ ചലഞ്ചിന്റെ ഭാഗമായിട്ടാണ്. നമുക്ക് വിത്ത് റെഫറൻസോടുകൂടി 2 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചലഞ്ച് ചെയ്യാൻ സാധിക്കുന്നത്. ഇത്തവണത്തെ കീയിൽ അങ്ങനെ വലിയ തെറ്റുകളൊന്നും വന്നിട്ടില്ല. പക്ഷേ മോർ ദാൻ 1 ഓപ്ഷൻസ് കറക്റ്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാനിടയായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് വിത്ത് റെഫറൻസോടുകൂടിയുള്ള 2 ക്വസ്റ്റ്യൻ ആണ്. സെക്ഷൻ എയിൽ 68ാമത്തെ ചോദ്യമായിട്ട് വന്ന ലാന്തനൈഡ് ഷിഫ്റ്റ് റിയേജന്റ് യൂസ്ഡ് ഇൻ NMR തന്നിരിക്കുന്ന 4 ഓപ്ഷൻസും ലാന്തനൈഡ് ഷിഫ്റ്റ് റിയേജൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ ഒരൊറ്റ ഓപ്ഷൻ ആണ് LBS ആൻസർ കീ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഇത് ചലഞ്ച് ചെയ്യുന്ന സമയത്ത് മിക്കവാറും മോസ്റ്റ് പ്രോബബിലി ഇത് ഡിലീഷനിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഹ്യൂഹി ഇൻഓർഗാനിക് കെമിസ്ട്രി ബൈ ഹ്യൂഹി ആണ് റെഫറൻസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതിൽ ലാന്തനൈറ്റ്സ് ആക്ടിനൈറ്റ്സ് എന്ന ഏരിയ ഡിസ്കസ് ചെയ്യുന്ന ഭാഗത്ത് ഇത് കൃത്യമായിട്ട് ലാന്തനൈറ്റ് ഷിഫ്റ്റ് റിയേജൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഒരു പാരഗ്രാഫ് ഉണ്ട്. അതിൽ ടൈപ്സ് ഓഫ് കോമ്പൗണ്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ദ ഫോൾസ് സ്റ്റേറ്റ്മെന്റ് അമംഗ് ദ ഫോളോയിങ്. ഇത് ഗ്രൂപ്പ് തിയറിയുടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതില് നമുക്ക് ഈ ഓപ്ഷൻ തന്നെ വായിക്കുമ്പോൾ അതിനകത്തൊരു പോയിന്റുകൾ വരുന്നുണ്ട്. അതായത് ബിയും സിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാണ് ഇട്ടിരിക്കുന്നത്. അതായത് SN⁻N ഈ ഓട് വരുമ്പോൾ ഓട് വരുമ്പോൾ ഇ ആണെന്നും അതുപോലെ തന്നെ എന്താണ് അത് SN⁻2n is equal to E only when n is even എന്നും അങ്ങനെ ആ ഒരു ബിയും സിയും കോൺട്രഡിക്ടറി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിൽ ഫോൾസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അവർ കൊടുത്തിരിക്കുന്നത് SN⁻n is equal to E for all values of n. അത് ഫോൾസ് സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. എന്നോടും ഈവനും വരുന്ന സമയത്ത് വേരിയേഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ വേറൊരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ ഫോൾസ് ആയിട്ട് വന്നിട്ടുണ്ട്. 2 സ്റ്റേറ്റ്മെന്റുകൾ ഫോൾസ് ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഒറ്റ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് അവിടെ ഉത്തരമായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതും ചലഞ്ച് ചെയ്താൽ നമുക്ക് ഡിലീഷനിലേക്ക് പോകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. 2 ഓപ്ഷൻ കറക്റ്റ് വരുന്ന ഒരു രീതിയിൽ ഇതുവരെ കീ ഇട്ടിട്ടില്ല. 91ാമത്തെ ചോദ്യമായിട്ടാണ് സെക്ഷൻ ബിയിൽ വരുന്നത്. ഇത് ഗ്രൂപ്പ് തിയറിയുടെ ഏതൊരു ടെക്സ്റ്റ് എടുത്താലും അതിന്റെ തുടക്ക സമയത്ത് നമ്മളുടെ ഈ പ്രോപ്പർട്ടീസ് ഒക്കെ എലമെന്റ്സിന്റെ പറയുന്ന ഭാഗത്തായിട്ട് കൃത്യമായിട്ട് കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിനു വേണ്ടി ഫിസിക്കൽ കെമിസ്ട്രി പുയൻ ശർമ്മ റെഫർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഗ്രൂപ്പ് തിയറി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ ഇൻ കെമിസ്ട്രി ബൈ സലാഹുദ്ദീൻ കുഞ്ഞ് ആൻഡ് ജി കൃഷ്ണൻ നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. അപ്പൊ കൃത്യമായിട്ട് ചലഞ്ച് ചെയ്യുക. നമുക്ക് 1 മാർക്കോ 0.5 മാർക്കിന്റെ ഒക്കെ വ്യത്യാസത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നവർക്ക് ഇതൊരു നല്ലൊരു യൂസ്ഫുൾ ചാൻസ് ആണ്. കാരണം നമുക്ക് 2 ഡിലീഷനിലേക്ക് പോകുമ്പോൾ 118 ആവും. അപ്പൊ അതിലായിരിക്കും നമ്മളുടെ ആ ഒരു പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു പെർസെൻറ്റേജ് ഒരു വേരിയേഷൻ വരും. പിന്നെ പാർട്ട് എയിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കുറവാണ് എങ്കിൽ നിങ്ങൾ അതൊരു ബ്രിമ്മിൽ നിൽക്കുകയാണ്, നിങ്ങൾക്ക് കെമിസ്ട്രി സ്കോർ കൂടുതലുണ്ട് എങ്കിലൊക്കെ ഇത് നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പം മറ്റുള്ളവർ ചലഞ്ച് ചെയ്യുന്നു പറഞ്ഞ് വെയിറ്റ് ചെയ്യാതെ അവരവരുടെ കാര്യത്തിനായിട്ട് അവരവർ തന്നെ ചലഞ്ച് ചെയ്യുക. പ്രൊസീജിയറും മറ്റും എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചലഞ്ച് ചെയ്യേണ്ടതെന്നുള്ള ടോസ് അക്കാഡമിയുടെ ചാനൽ അവൈലബിൾ ആണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് LBSനെ കോൺടാക്ട് ചെയ്ത് വേഗം തന്നെ ചലഞ്ച് ചെയ്യുക. ഓക്കെ, താങ്ക്